എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LPS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം ഓൺലൈനായിട്ട് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ച് മുഖേനയോ വിദ്യാർത്ഥികൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ ഫീസ് അടക്കണം. അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കണം. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജാണ് കിട്ടിയെങ്കിൽ ഏകദേശം 10,000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ DPharm ആണ് കിട്ടിയതെങ്കിൽ 6,800 രൂപയും അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾ ആണെങ്കിൽ 7,240 രൂപയും, നിങ്ങൾ SC, ST, OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഏകദേശം 100 രൂപയുമാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടി വരിക. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് വഴി നിങ്ങൾക്ക് ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് ഈ ഒരു സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള കോഴ്സ് കോളേജ് ഓപ്ഷൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനും. അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യണമെങ്കിൽ, അതായത് പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെങ്കിൽ ആ ഒരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ തന്നെ ഓപ്പൺ ചെയ്താൽ മതി. അതിനുശേഷം സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും ആവശ്യമാണ്. അതറിയില്ല എങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ ID എന്നിവ നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അങ്ങനെ നിങ്ങൾ റിക്കവറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും ചലാൻ നമ്പറും നിങ്ങൾക്ക് റിക്കവർ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥി ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് തന്നെ അലോട്ട്മെൻറ്റ് നമ്പർ 1 അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ്, അതായത് ഡിസംബർ 2-ാം തീയതിയാണ്. ഈ ഒരു രാത്രിയോടെ ആയിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഡിസംബർ 2 എന്ന ഡേറ്റ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏത് കോട്ടയിലാണ്, ഓപ്ഷൻ നമ്പർ എത്രയാണ്, ഏത് കോളേജിലാണ്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി കോഴ്സിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എങ്ങനെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താം എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റിൻ്റെ 2 ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. പേയ്മെൻറ്റ് മെത്തേഡ് ത്രൂ ഫെഡറൽ ബാങ്ക് ചലാന്, അതുപോലെ രണ്ടാമത്തേത് നെറ്റ് ബാങ്കിങ് ഓർ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഓർ UPI എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ത്രൂ ഫെഡറൽ ബാങ്ക് ചലാൻ ആണെങ്കിൽ അവിടെ പ്രിൻറ്റ് ചലാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഈ ഒരു ക്രോം ബ്രൗസർ വഴി നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫയലിൽ, അതായത് നിങ്ങളുടെ ഫോൾഡേഴ്സിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ നിന്നും ആ ഒരു PDF നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചലാൻ വഴിയാണ് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ ആ ഒരു ചലാനും അതുപോലെ തന്നെ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് ആ ഒരു ഫീസും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് ഈ ഒരു ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ചലാൻ്റെ ഒരു ബാക്കി ഭാഗം ഉണ്ടാകും. ജസ്റ്റ് നിങ്ങൾക്കൊരു സൈസസിൻ്റെ, അതായത് കത്രികയുടെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അതായത് അത് മുറിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് തരാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോപ്പി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എഴുതിയിട്ടുണ്ടാകും ആ ഒരു ചലാനിൽ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് മുറിച്ചിട്ട് ബാങ്കിൽ നിന്ന് സീൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റെസിപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളത് കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക, കാരണം അഡ്മിഷൻ അത് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ UPI വെച്ചിട്ടാണ് നിങ്ങൾ അടക്കുന്നതെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക.
സെലക്ട് ചെയ്ത ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ UPI ഏത് വഴിയാണ് നിങ്ങൾ അടക്കുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു SC ST OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഏകദേശം 100 രൂപയോളമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് വിഭാഗത്തിലാണ് ബാക്കിയുള്ള വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ 10,000 രൂപയാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ DPharm ആണ് കിട്ടിയതെങ്കിൽ 6,800 രൂപയും മറ്റ് കോഴ്സുകളാണ് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയതെങ്കിൽ 7,240 രൂപയുമാണ് ഫീ പേയ്മെൻറ്റ് വരിക. അപ്പോൾ ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ നേരത്തെയുള്ള ഹോം പേജിലേക്ക് വരിക. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ സാധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊന്നും ചെയ്യാനില്ല എങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള കോളേജസും കോഴ്സസും മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഓപ്ഷനുകൾ മാത്രമായിരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക് 12ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും 1, 2, 3, 4, 5 അതായത് ഈ ഒരു 11 വരെയുള്ള ഓപ്ഷനുകൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത് അത് ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകൾ മാത്രം. അതായത് ഇപ്പോൾ 12ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 1 മുതൽ 11 വരെയുള്ളതും നിങ്ങൾക്കിപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 9 വരെ, ഇപ്പോൾ 2ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഒറ്റൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത് അതിൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷനുകൾ മാത്രമാണ് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു 11 ഓപ്ഷനാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കോളേജ് റിമൂവ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ലഭിച്ച കോളേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങളിപ്പോൾ ഗവൺമെൻറ് കോളേജിന് ഇപ്പോൾ 7ാം സ്ഥാനത്താണ് ആ ഒരു കോളേജ് ഇപ്പോൾ നമ്പറായിട്ട് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ നിങ്ങൾക്ക് അടുത്തതായിട്ട് 1ാമത്തെ ഓപ്ഷൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈ എല്ലാ ഓപ്ഷനുകളും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസുകൾ ഓപ്ഷൻ്റെ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ നിലവിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഓപ്ഷനുകൾ ഉണ്ട് എങ്കിൽ ആ ഒരു ഓപ്ഷനുകളാണ് അവൈലബിൾ കോളേജസ് ഓഫ് കോഴ്സ് ഓപ്ഷൻസിൽ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യുകയോ റീ അറേഞ്ച് ചെയ്യുകയോ അതുപോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുകയോ അതുപോലെ തന്നെ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇന്ന് മുതൽ ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ലഭ്യമായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.